Hello all, welcome to the session of business regulations. ഇന്ന് നമ്മൾ ലോ പേപ്പറിൻ്റെ 5ാമത്തെ സെഷനിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ബിസിനസ് റെഗുലേഷൻസിൻ്റെ 4 സെഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 5ാമത്തെ സെഷനിലാണ്. ഇനി തൊട്ട് മുമ്പിലുള്ള സെഷൻസിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഓഫറിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. എഗ്രിമെൻറ്റ്, ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഇസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ്. അതിൽ ഓഫറിനെ കുറിച്ചിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ഉണ്ട്, ഓഫേഴ്സിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു വാലിഡ് ഓഫറിൻ്റെ. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഫർ എപ്പോഴാണ് അവസാനിക്കുന്നത്? സാധാരണഗതിയിൽ വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എൻഡ്, അല്ലെങ്കിൽ വെൻ ഡസ് എൻ ഓഫർ ലാപ്സസ്. അപ്പോൾ ആ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഓഫേഴ്സ് അവസാനിക്കുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതും എപ്പോഴും എസ് ചോദിക്കുന്നതാണ്. An offer can come to end by revocation, withdraw or taking back, or lapse or expire or rejection. നമുക്ക് റിവക്കേഷൻ കൊണ്ടോ അല്ല അത് എക്സ്പയർ ചെയ്തിട്ടോ റിജക്ഷൻ ചെയ്തിട്ടോ ഓഫർ അവസാനിക്കും. റിവക്കേഷൻ വിഡ്രോ അല്ലെങ്കിൽ ടേക്കിംഗ് ബാക്ക്, ലാപ്സ് അല്ലെങ്കിൽ എക്സ്പയർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ റിജക്ഷൻ. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ബിസിനസ് റെഗുലേഷൻ എന്നുള്ള സബ്ജക്റ്റ് ഈസി സബ്ജക്റ്റാണ്, ടഫല്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് പരീക്ഷ വരുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ പോയിൻറ്റ്സ് എഴുതാൻ കിട്ടില്ല. ഈ പേപ്പറിന് മാത്രം നമുക്ക് വെറുതെ ഗ്യാസ് എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. ടു ദ പോയിൻ്റ് കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ സബ്ജക്റ്റിനുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ എഴുതണമെങ്കിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് റിവിഷൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ മൊബൈൽ ഫോൺസ് ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നതാണല്ലോ. സോ അതേ സമയം, അതേ ഫോണ്, അതേ ഡിവൈസ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്താൽ മതി. കാരണം ഞാൻ അയക്കുന്ന എല്ലാ സെഷൻസും പവർ പോയിൻറ്റ് വീഡിയോ ആണ്. സോ ആദ്യമായിട്ട് ആ സെഷൻ കാണുമ്പോൾ നിങ്ങൾക്കതിൽ ഓരോ സ്ലൈഡും നോക്കി കണ്ടുകൊണ്ട് അത് വായിച്ച് ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കാം. പക്ഷേ അതിനെ റിവിഷൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ആ യൂട്യൂബ് ഓൺ ചെയ്ത് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ ഇറ്റ്സ് വെരി ഈസി. അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ തിയറി ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫർ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റിവക്കേഷനാണ് പറഞ്ഞത്. റിവക്കേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. An offer may be revoked by sending a notice of revocation to the offeree at any time before the offer is accepted by the offeree. നോക്കൂ, ഒരു ഓഫർ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? റിവോക്ക് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അതെങ്ങനെയാണ്? ബൈ സെൻഡിങ് എ നോട്ടീസ് ഓഫ് റിവക്കേഷൻ ടു ദ ഓഫറി. ഓഫറി ആരാണ്? വൺ ഹൂ അക്സെപ്റ്റ്സ് ദ ഓഫർ അറ്റ് എനി ടൈം ബിഫോർ ദ ഓഫർ ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ഓഫറി. അപ്പോൾ നമുക്ക് ഓഫർ വിഡ്രോ ചെയ്യാം, റിവോക്ക് ചെയ്യാം. അക്സെപ്റ്റർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്? അത് വിഡ്രോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് സെയിൽ നടത്താൻ തീരുമാനിച്ചു. ഞാനത് ആൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വണ്ടി വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ നാളെ വിവരം പറയാമെന്ന് പറയാണ്. അപ്പോൾ നാളെ രാവിലെ അയാൾ വിവരം പറയും.
അപ്പം ഞാൻ ഈ ഓഫർ കൊടുത്തപ്പോൾ അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നാളെ അയാൾ പറയുമ്പോഴാണ് അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുള്ളൂ. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, അയ്യോ 2 ലക്ഷം നഷ്ടമാണ് കേട്ടോ, മിനിമം ഒരു 3 കൊടുക്കണം എന്നറിയാം. അപ്പോൾ എനിക്ക് തോന്നുകയാണ് 2 ലക്ഷം നഷ്ടമാണ്. ഉടനെ ഞാൻ ആ 2 ലക്ഷം രൂപ ഓഫർ കൊടുത്ത ആളെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നില്ല, ഞാനത് വിഡ്രോ ചെയ്യുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യാം. അതാ പറയുന്നത്, ബൈ നോട്ടീസ് the revocation can be sent to the offeree at any time before accepting the offer. Such revocation may be expresses or implied. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്തിട്ടോ ആവാം. The notice of revocation will take effect only when it comes to the knowledge of the offeree. നോളേജ്, നമ്മളുടെ അക്സെപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഓഫറിക്ക് അയാളത് വിഡ്രോ ചെയ്തു എന്നുള്ള ആ അറിവ് കിട്ടിയാലാണ് ആ റിവക്കേഷൻ പ്രാബല്യത്തിൽ വരുള്ളൂ. ദ ഓഫറർ ഓർ ഹിസ് ഏജൻറ്റ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദ നോട്ടീസ് ഓഫ് റിവക്കേഷൻ ടു ദ ഓഫറി. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓഫറർ തന്നെ എന്ത് ചെയ്യണം, ഈ പറയുന്ന റിജക്ഷൻ, ടേക്കിംഗ് ബാക്ക്, റിജക്ഷൻ അല്ല ടേക്കിംഗ് ബാക്ക്, തിരിച്ചെടുക്കുന്നു എന്നുള്ള കാര്യം നേരിട്ട് ഓഫറിക്ക് പറയാം, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വഴിയായിട്ടും പറയാം. പക്ഷേ എന്തു തന്നെ ആയാലും നമ്മുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണേക്ക് മുമ്പായിട്ട് തന്നെ അത് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം നോക്കൂ, 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ കാറ് വിൽക്കാമെന്ന് പറഞ്ഞു. അയാൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാൾ സമ്മതിച്ചു, 2 ലക്ഷം രൂപയ്ക്ക് മേടിക്കാം. പക്ഷെ അത് നമ്മളുടെ ഓഫറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അപ്പോഴും ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, അത് വിഡ്രോ ചെയ്യാനായിട്ട്. അത് അല്ലാതെ ഇപ്പം 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു, ഓക്കെ, അപ്പോൾ അത് ഓഫറെ വിളിച്ച് പറഞ്ഞു, ഓക്കെ ഞാൻ അത് 2 ലക്ഷം രൂപയ്ക്ക് എടുത്തേക്കാം കേട്ടോ, നാളെ ഞാനൊരു ടോക്കൺ അഡ്വാൻസ് കൊണ്ട് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ സമ്മതിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വിളിച്ച് പറയുകയാണില്ല ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് റിവക്കേഷൻ ആവില്ല. ഓക്കെ, സോ യഥാർത്ഥ റിവക്കേഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റർ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണേക്ക് മുമ്പായിട്ടാണ് റിവോക്ക് ചെയ്യേണ്ടത്, അത് വിഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഓഫർ അവസാനിച്ചു, ഇനി ഓഫർ ഇല്ല. ഓക്കെ, സോ അതാണ് റിവോക്കേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. ഇനി ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം ബൗണ്ടഡ് ആയിട്ട് ചിലപ്പോൾ ഓഫർ ലാപ്സായി ഉണ്ടായി പോവാറുണ്ട്. ദ ഓഫറർ ഹാസ് ഗോട്ട് എവ്രി റൈറ്റ് ടു ഡിക്റ്റേറ്റ് ദ ടേംസ് ഓഫ് അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഈ വാഗ്ദാനം കൊടുക്കുന്ന വ്യക്തി, പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള എല്ലാ ടേംസും എന്ത് ചെയ്യാം, ആൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം, ആളുടെ രീതിയിലായിട്ട് പറയാം. So where the offerer prescribes a time for acceptance and if there is no acceptance within the prescribed period, the offer will be lapsed. അപ്പോൾ ഈ കാർ വിൽക്കുന്ന കേസിൽ തന്നെ ഞാൻ പറയാണ്, ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ വണ്ടി തരാം, പക്ഷേ എനിക്കിന്ന് വൈകുന്നേരം 5 മണിക്ക് മുന്നേ എനിക്കതിനുള്ള റിപ്ലൈ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ആ അക്സെപ്റ്റൻസിൻ്റെ ടേംസ് ഓഫറർ ഡിക്റ്റേറ്റ് ചെയ്യാണ്, അയാൾക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ആൾ പറയുകയാണ്, ഓക്കെ ഞാൻ 5 മണിക്കുള്ളിൽ റിപ്ലൈ തരാം. അയാൾ പോയി ആലോചിച്ചു, പക്ഷെ അയാൾക്ക് 5 മണിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല, അയാൾ 5:30 വിളിക്കണേ. അതെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല പറ്റില്ല, കാരണം ഞാൻ 5 മണി സമയം പറഞ്ഞു, 5 മണിക്കുള്ളിൽ നിങ്ങൾ അത് റിപ്ലൈ തന്നില്ല, അതുകൊണ്ട് ഞാനത് വേറെ ആൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും എന്തായി, ആ ഓഫർ ഉണ്ടായിപ്പോൾ. സോ വേർ ദ ഓഫറർ പ്രിസ്ക്രൈബ്സ് എ ടൈം ഫോർ അക്സെപ്റ്റൻസ് ആൻഡ് ഇഫ് ദർ ഈസ് നോ അക്സെപ്റ്റൻസ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് ദ ഓഫർ വിൽ ബി ലാപ്സ്ഡ്. അല്ലേ, അപ്പം ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഓഫർ ഉണ്ടായിപ്പോവും.
ഇനി വേർ നോ ടൈം ഈസ് ഫിക്സ്ഡ് ദെൻ ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഇനി സമയമൊന്നും ഫിക്സ് ചെയ്തില്ല. അപ്പോൾ കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം മറ്റാൾ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ പോയി ആലോചിച്ച് പറയാം, എപ്പോഴാണ് പറയാമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു മിനിമം പീരീഡ് ഉണ്ട് അല്ലേ. സേ സപ്പോസ് ഒരു 2 days 3 days ഓർ ഈവൻ 1 week. അതല്ലാതെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഓഫർ പോയി. പിന്നാൾ ഒരു സ്ഥലത്ത് ഒരു പ്രപ്പോസൽ നടന്നു, മാരേജ് പ്രപ്പോസലാണ്. അപ്പം ഈ ചെറുക്കൻ്റെ ചുറ്റുപാടും ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമായി. അപ്പോൾ വേഗം അവർ പെണ്ണിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ തന്നു, നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഓഫറാണ് അല്ലേ. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ തന്നു, പെൺകുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് കണ്ടു, ഒരു പകുതി മനസ്സ് നോക്കാം എന്നുള്ളൊരു പകുതി മനസ്സ്. അപ്പോഴും റിപ്ലൈ വിളിച്ച് പറഞ്ഞിട്ടില്ല, പെണ്ണിൻ്റെ വീട്ടുകാർ വിളിച്ച് ചോദിച്ചിട്ടുമില്ല. ആ പകുതി മനസ്സിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, അങ്ങനെ 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഈ ചെറുക്കൻ്റെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചപ്പം വേറെ കുറേ പ്രപ്പോസൽ വന്നതൊന്നും അത്ര സുഖമായില്ല. അവസാനം അവർക്ക് ഈ പ്രപ്പോസലാണ് പിന്നെയും ബെറ്ററായി തോന്നിയത്. എന്നാൽ പിന്നെ ഇവിടെ വിളിച്ച് നമുക്ക് വേഗം കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത്, ഞങ്ങൾ കൊടുത്തിട്ട് 1 മാസത്തിന് മുകളിലായി, നിങ്ങൾ ഒരു റിപ്ലൈയും തന്നില്ല, അതുകൊണ്ട് വേറെ നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അത് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അതല്ല നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു ലിമിറ്റഡ് ടൈമുണ്ട്, ഒരു ഫിക്സഡ് ടൈമുണ്ട്, അതിൻ്റെ ഉള്ളിലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ലാപ്സായി പോകും. അതാണ്. Otherwise the offer will lapse after a reasonable time. The reasonable time depends on the fact of the offer. ആ ഓഫറിൽ എന്ത് ഫാക്റ്റാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റീസണബിൾ ടൈം ഉള്ളത്. ഓക്കെ, സോ ഓഫർ എൻഡ് ആവുന്നത് ഇപ്പോൾ 2 കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, നമുക്ക് വിഡ്രോ ചെയ്യുന്നതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് അറിയിച്ച് അത് നിർത്താം, അത് അവസാനിപ്പിക്കാം. അല്ലെങ്കിലോ ഓഫറർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രിസ്ക്രൈബ് ടൈം പറഞ്ഞിട്ട് ആ ടൈമിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓഫർ ഉണ്ടായിപ്പോവും. ഇല്ലെങ്കിൽ ആ ഒരു ടൈമും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, അപ്പോഴും ഒരു റീസണബിൾ ടൈമുണ്ട്, അത് ആ ഓഫറിൻ്റെ ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ റീസണബിൾ ടൈം വരിക. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലെങ്കിലും ആ ഓഫർ ഉണ്ടായിപ്പോവും. ഓക്കെ, ഇനി വേറെ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടായിപ്പോണെന്ന് നോക്കാം. അപ്പോൾ ഓഫർ എങ്ങനെയൊക്കെയാണ് അവസാനിക്കണമെന്നുള്ളത് 2 റീസൺസ് കണ്ടു. ഒന്ന് റിവക്കേഷൻ, പിന്നെ ലാപ്സ് ഓഫ് ടൈം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓഫറുടെ ഡെത്താണ്. ഒരു ഓഫർ ചെയ്തതിന് ശേഷം മരിച്ചു പോയാൽ സ്വാഭാവികമായിട്ടും അയാൾ ഓഫർ ചെയ്തത് എൻഡായി. ഇനി ഓഫറിയാണ് മരിക്കുന്നുണ്ടെങ്കിൽ ഓഫറിയുടെ നോമിനിക്ക് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും ചെറിയൊരു വ്യത്യാസം പറയുന്നുണ്ട്. എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തി അക്സെപ്റ്ററാണ്, ആ അക്സെപ്റ്റർ ഓഫറുടെ ഡെത്ത് അറിയാതെ അയാളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ അതൊരു കോൺട്രാക്റ്റായിട്ട് മാറില്ല എന്ന് പറയുന്നു ഇംഗ്ലീഷ് ലോയിൽ. പക്ഷേ ഇന്ത്യൻ ലോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അക്സെപ്റ്റർ ഓഫറുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അതിനിടയിൽ ഓഫറർ മരിച്ചുപോയി, അത് നമ്മുടെ അക്സെപ്റ്റർ അറിയുന്നില്ല, എങ്കിലും അത് ആ ഓഫറും അക്സെപ്റ്റൻസും ഒരു കോൺട്രാക്റ്റായിട്ട് മാറും. കാരണം അവിടെ നമ്മളുടെ ഓഫററുടെ നോമിനി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡെത്ത് ഓഫ് ദ ഓഫററിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസാനിറ്റി, മെൻ്റൽ ഇൽനെസ്.
മാനസികമായിട്ടുള്ള വിഭ്രാന്തി. ഒരു ഓഫർ കൊടുത്ത ശേഷം മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് പോവുകയാണെങ്കിൽ അത് പിന്നീട് നമ്മുടെ അക്സെപ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ അക്സെപ്റ്റർക്ക് അയാളുടെ ഓഫർ പിന്നീട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, അതൊരു കോൺട്രാക്റ്റായിട്ട് മാറുകയില്ല. പക്ഷേ നമ്മളുടെ അക്സെപ്റ്റർ ഓഫററുടെ ആ ഒരു ഇൻസൈനിറ്റി അറിയാതെയാണ് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റായിട്ട് ഫോം ചെയ്യുമെന്ന് പറയുന്നത്. കാരണം അവിടെ നമ്മുടെ ഓഫററുടെ നോമിനിക്ക് റോളുണ്ട്, അതാ കാരണം. ഓക്കെ, സോ ഇൻസാനിറ്റിയിൽ ഓഫറിൽ നോർമൽ കേസിൽ ഓഫർ ഉണ്ടായിപ്പോവും. ആ ഇൻസാനിറ്റി ഉണ്ടെന്നുള്ള അറിവ് ഇല്ലാതെ ഒരു അക്സെപ്റ്റർ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റായിട്ട് മാറും. വൈ? ബിക്കോസ് ആ ഓഫറർ ഇൻസൈനായി പോകുമ്പോൾ അയാളുടെ നോമിനിക്ക് അവിടെ റോളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഡെത്ത് ഓഫ് ദ ഓഫറിൽ എങ്ങനെയാണ് ഓഫർ ഉണ്ടായി പോകുന്നത്? ഓഫറർ ഇൻസൈനായിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. ഇനി നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻസ് എന്താണത്? നമ്മളുടെ ഓഫറിനോടനുബന്ധിച്ച ചില പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഫോം ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് കൃത്യമായി അക്സെപ്റ്റർ ഫുൾഫിൽ ചെയ്യണം. അത് ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫർ ഉണ്ടായിപ്പോവും. ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കാർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ സാവകാശം കൊടുത്ത് നാളെ ആലോചിച്ച് പറയാം. അപ്പോൾ നാളെ നിങ്ങൾ ആലോചിച്ച് ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ എനിക്കൊരു ടോക്കൺ അഡ്വാൻസ് 10,000 rupees തരണം. ഒരു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ പിറ്റേ ദിവസം അയാൾ വില്ലിംഗ് ആണ്, പക്ഷേ ടോക്കൺ അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ എന്തായി? ഓഫർ ഉണ്ടായി. അപ്പോൾ അതാണ് നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഓഫർ നോട്ട് അക്സെപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ മൂഡ് പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ ഈ ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയാണോ ഓഫറർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാമോ അതേപോലെ തന്നെ ഓഫറർക്ക് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചില മൂഡ് ഓഫ് അക്സെപ്റ്റൻസും അയാൾക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓഫറിൻ്റെ കൂടെ ഇത് ഏത് മൂഡിലാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അത് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മൂഡിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓഫർ ലാപ്സായി പോവും. ഇപ്പം ഓഫറർ പറയാണ് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ കാർഡ് തരാം, നാളേക്ക് നിങ്ങളതിൻ്റെ വിവരം പറയണം. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ടെലഗ്രാമായിട്ട് അയക്കണം എന്ന് പറയാൻ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വാട്സപ്പിൽ ഒരു മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ അയക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് മൂഡ് പറയാണ്, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കണം എന്ന് പറയാം. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, വാട്സപ്പിൽ മെസ്സേജ് വേണമെന്ന് പറഞ്ഞാൽ ആ പ്രിസ്ക്രൈബ്ഡ് മൂഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ, അക്സെപ്റ്റർ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഓഫർ ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ ഓഫർ എന്തായി? അവിടെ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6 കാരണങ്ങൾ കണ്ടു അല്ലേ? റിവക്കേഷൻ വിഡ്രോ ചെയ്യുന്നത്, ലാപ്സ് ഓഫ് ടൈം എങ്ങനെയാണ് ആ സമയത്ത് ഓഫർ ഉണ്ടാവുന്നത്, ഡെത്ത് ഓഫ് ദ ഓഫറർ, ഇൻസാനിറ്റി, പിന്നെ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻസ്, നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് മൂഡ് ഓഫ് അക്സെപ്റ്റൻസ്. ഈ 6 കാരണങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഓഫർ ഇല്ലാതാവുന്നത്, ഓഫർ എൻഡാവുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഓഫർ ഇല്ലാതാവാൻ വേറെ എന്തൊക്കെ കാരണങ്ങളാണെന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓഫർ അതിൻ്റെ പ്രിസ്ക്രൈബ് മൂഡിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ റിജക്റ്റായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ടെലഗ്രാമാണ് പറഞ്ഞെങ്കിൽ ടെലഗ്രാമിൽ തന്നെ നമ്മളത് അറിയിച്ചിരിക്കണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് എൻഡായി പോവും. ഇനി ഒരു പ്രിസ്ക്രൈബ്ഡ് മൂഡ്
അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ മോഡിൽ നമ്മളത് ചെയ്തിരിക്കണം. ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു, അപ്പോൾ നാളെ അയാൾ മറുപടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം വിളിച്ചു എന്നെ രാവിലെ, ഓക്കെ ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് കാറ് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പ്രിസ്ക്രൈബ് മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ഉറപ്പ് ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ പറയണോ? അപ്പം ഞാൻ പറയുകയാണെന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു മെയിലും കൂടി അയച്ചോളാൻ പറയാണ്. അപ്പം ആ ഒരു റീസണബിൾ ആയിട്ടുള്ള മൂഡിലെങ്കിലും അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആ ഓഫർ എന്താവുള്ളൂ, അത് പ്രാക്ടിക്കലായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ആ ഓഫർ ഉണ്ടാവും. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓഫറിന് പകരം വേറൊരു ഓഫർ വരിക, കൗണ്ടർ ഓഫർ. നമ്മൾ കൈൻഡ്സ് ഓഫ് ഓഫറിൽ കണ്ടിരുന്നു അല്ലേ, കൗണ്ടർ ഓഫർ. അപ്പോൾ ആ കൗണ്ടർ ഓഫറിൽ എന്താണ് കൗണ്ടർ ഓഫർ? ഇനീഷ്യലി ഒരു ഓഫർ ഉണ്ടാവുകയും ഒരു ഒറിജിനൽ ഓഫർ ഉണ്ടാവുകയും ആ ഒറിജിനൽ ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് വേറെ അതിന് പകരം പുതിയൊരു ഓഫർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒറിജിനൽ ഓഫറിന് പകരം പുതിയൊരു ഓഫർ വന്നാൽ ആ ഒറിജിനൽ ഓഫർ ഉണ്ടായിപ്പോവും. ഇത് ഓഫററും അക്സെപ്റ്ററും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓഫർ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടു. മൊത്തം 7 റീസൺസ് ആണ്. അതിൽ ആദ്യം റിവക്കേഷൻ പറഞ്ഞു അല്ലേ. റിവക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഓഫറർക്ക് തന്നെ ചെയ്ത ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അതാണ് റിവക്കേഷൻ. പിന്നെ ലാപ്സ് ഓഫ് ടൈം, നമ്മുടെ ഓഫറർ ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും റിജക്ഷൻ ആയിപ്പോയി, എൻഡായിപ്പോയി. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്, ഈ പറയുന്ന ഡെത്ത് ഓഫ് ദ ഓഫറർ, പിന്നെ ഇൻസാനിറ്റി ഓഫ് ദ ഓഫറർ, പിന്നെന്താണ് നോട്ട് ഫുൾഫില്ലിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്, പിന്നെ നോട്ട് ഫുൾഫില്ലിംഗ് ദ മൂഡ് ഓഫ് അക്സെപ്റ്റൻസ്, പിന്നെ ഫൈനലി കൗണ്ടർ ഓഫർ. അപ്പോൾ ഇങ്ങനെ 7 റീസൺസിലൂടെയാണ് നമ്മളുടെ ഓഫർ ഉണ്ടാവുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഇത് എപ്പോഴും എക്സാമിന് 4 മാർക്കിന് ചോദിക്കാം. വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എൻഡ്, ഹൗ ഡസ് ദ ഓഫർ ലാപ്സസ്, അല്ലെങ്കിൽ ഹൗ ഡസ് ദ ഓഫർ ഗെറ്റ്സ് റിജക്റ്റഡ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ഈ 7 റീസൺസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രിമെൻറ്റിൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഇസ് ഈക്വൽ ടു അഗ്രിമെൻറ്റിൽ ഓഫറിനെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും കണ്ടു അല്ലേ. ഓഫർ എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫർ, പിന്നെ വാട്ട് ആർ ദ റീസൺസ് ബൈ വിച്ച് ദ ഓഫർ കംസ് ടു എൻ എൻഡ്. ഇപ്പോൾ നമ്മൾ കൗണ്ടർ ഓഫർ ചോദിച്ചു അല്ലേ, അത് 2 മാർക്സിന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ഓഫർ പോലെ തന്നെ കൂടെ വന്നൊരു ഓഫർ ഉണ്ടല്ലോ, ഏതാണ്, ക്രോസ് ഓഫർ. എന്താണ് ക്രോസ് ഓഫർ? അതായത് 2 പാർട്ടീസും വിത്ത് ഇഗ്നോറൻസ് മേക്സ് ഐഡൻറ്റിക്കൽ ഓഫർ. ഞാൻ 2 ലക്ഷം, അപ്പം എയും ബിയും ക്ലോസ് ഫ്രണ്ട്സാണ്. എയ്ക്ക് ഒരു കാറുണ്ട്, അത് അയാൾക്ക് വിൽക്കണം എന്നുള്ള ഉദ്ദേശം ബിക്ക് അറിയാം, ബിക്ക് അത് വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശവും അറിയാം, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം എ എന്ത് ചെയ്തു, എൻ്റെ കാറ് ഞാൻ ബിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, അത് അറിയിച്ചു. പക്ഷെ അത് അറിയിക്കണമെങ്കിൽ ആ അറിയിപ്പ് കിട്ടണേക്ക് മുമ്പായിട്ട് ബി എന്ത് ചെയ്തു, ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എയുടെ കാറ് ഞാനൊരു 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം. അവസാനം 2 പേരും പരസ്പരം അറിഞ്ഞു വന്നപ്പോൾ മനസ്സിലായത് 2 പേരുടെയും ഓഫർ ഐഡൻറ്റിക്കൽ ആയിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ, ക്രോസ് ഓഫർ. അതും നമ്മൾ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മളുടെ അക്സെപ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ഓഫർ ഒരു വില്ലിങ്നെസ് ആണല്ലോ, ടു ഡു സംതിങ് ആർ ടു ഗെറ്റ് സംതിങ്, ടു ഗിവ് സംതിങ് അല്ലേ. അതേപോലെ തന്നെ അക്സെപ്റ്റൻസും ഒരു വില്ലിങ്നെസ് ആണ്. എന്തിൻ്റെ വില്ലിങ്നെസ് ആണ്? ടു അക്സെപ്റ്റ് വാട്ട് ദ ഓഫറർ പ്രൊപ്പോസസ്. ഓഫറർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള വില്ലിങ്നെസ് ആണ് എന്ത്, അക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ ഒരു പ്രോമിസായിട്ട് മാറുന്നത് only when if it is getting the acceptance. അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ ഒരു ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ ഒരു പ്രോമിസ് ആയിട്ട് മാറുള്ളൂ. ഇപ്പം ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് കാറ് വിൽക്കാമെന്ന് പറഞ്ഞു, മറ്റാൾ
അത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അയാളത് സമ്മതിച്ചു. ആ സമ്മതം കിട്ടിക്കഴിയുമ്പോഴേ എൻ്റെ ഓഫർ ഒരു പ്രോമിസായിട്ട് മാറുള്ളൂ. എൻ്റെ പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്യണം. അയാൾക്ക് ആ കാറ് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം. സോ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ ഈ രീതിയിലുള്ള ഓഫറും അക്സെപ്റ്റൻസും ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെ ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഫർ ഇല്ലാതെ അക്സെപ്റ്റൻസ് കൊണ്ട് മാത്രം ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഇല്ലാതെ ഓഫർ കൊണ്ട് മാത്രം ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആ 2 പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്സും ഫോം ചെയ്യാൻ പറ്റില്ല. സോ ഓഫറി അല്ലേ, ഓഫറിയാണ് ഓഫർ സ്വീകരിക്കുന്നത്. സോ ദ ഓഫറി വെൻ അക്സെപ്റ്റ്സ് ദ ഓഫർ ഹി വിൽ ബിക്കം ആൻ അക്സെപ്റ്റർ. ഇപ്പോൾ ഓഫർ തരുമ്പോൾ അത് ആർക്കാണോ അയാളെ നമ്മൾ ഓഫറി എന്ന് വിളിച്ചു. പക്ഷെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പിന്നെ നമുക്ക് ഓഫറി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അയാളെ നമ്മൾ പിന്നീട് വിളിക്കുന്നത് അക്സെപ്റ്റർ എന്നാണ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മുടെ അക്സെപ്റ്റൻസ് വരുന്നത്. ഇനി ഇങ്ങനെയുള്ള അക്സെപ്റ്റൻസ് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം? സോ നമ്മൾ നേരത്തെ ഓഫർ പറഞ്ഞ പോലെ ഓഫർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ദ അക്സെപ്റ്റൻസ് ഓൾസോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് അല്ലേ? എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? എക്സ്പ്രസ് ബൈ സ്പോക്കൺ വേർഡ്സ് ഓർ റിട്ടേൺ. നമുക്കൊന്നില്ലെങ്കിൽ വാക്കാൽ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എഴുതി ധരിപ്പിച്ചുകൊണ്ടോ എക്സ്പ്രസ് ചെയ്യാം ഓപ്പണായിട്ട് അല്ലേ? ഇംപ്ലൈഡ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ബൈ ദ കണ്ടക്റ്റ്. നമ്മളുടെ സ്വഭാവ രീതി കൊണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ട് മനസ്സിലാക്കിയെടുക്കുക, ഇംപ്ലൈഡ്. ഓക്കെ, സോ ഓഫറിനെ പോലെ തന്നെ അക്സെപ്റ്റൻസും എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ സ്പോക്കൺ വേർഡ് കൊണ്ടോ അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻ്റ് കൊണ്ടോ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ അവർ കണ്ടക്റ്റ് വി ക്യാൻ ഇംപ്ലൈ ദ അക്സെപ്റ്റൻസ്. നമുക്ക് നമ്മളുടെ അക്സെപ്റ്റൻസ് ഇംപ്ലൈ ചെയ്ത് പറയാം. ഓക്കെ, സോ നോക്കൂ കമ്പാരിസൺ. അവിടെ കമ്പാരിസണിൽ നമുക്ക് ഒരേ കാര്യങ്ങളാണ് രണ്ടിലും വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൾട്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ എന്താണ് അക്സെപ്റ്റൻസ്, എങ്ങനെയാണ് അക്സെപ്റ്റൻസ് ഉണ്ടാവേണ്ടത്, എങ്ങനെ ഫോം ചെയ്യണം, അതൊക്കെ നമ്മൾ ഇവിടെ കണ്ടു. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ അക്സെപ്റ്റൻസ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വാല്യുബിളായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ ഓഫർ പഠിച്ചപ്പോൾ ഓഫറിലും ഇതുപോലെ വാലിഡ് ഓഫറിൻ്റെ എസെൻഷ്യൽസ് കണ്ടിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ അക്സെപ്റ്റൻസിൻ്റെ വാലിഡിറ്റി ഉയർത്തുന്ന എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് കാണേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ അതിൽ ആദ്യം പറയുന്ന ഒരു എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the acceptance must be absolute and unqualified. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അക്സെപ്റ്റർക്ക് നമ്മളുടെ ഓഫറർ തരുന്ന ഓഫറും അതിനോടനുബന്ധിച്ച ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ അൺകണ്ടീഷണലായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ഓഫർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ഓഫർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഓഫറിൻ്റെ കൂടെ അയാൾക്ക് ഓഫറിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോം ചെയ്യാനുള്ള അധികാരമുണ്ട് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഒരു ഓഫർ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ ഓഫറർ എങ്ങനെയാണത് പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ അക്സെപ്റ്റർ അൺകണ്ടീഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. ഓക്കെ, സോ ദർ ഷുഡ് നോട്ട് ബി എനി വേരിയേഷൻ ഇൻ ടേംസ് വൈൽ അക്സെപ്റ്റിംഗ് ദ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതും കൂടി നമ്മൾ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു വേരിയേഷൻസും അവിടെ പാടില്ല. ഇഫ് ദർ ഈസ് എനി വേരിയേഷൻ ദെൻ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് അക്സെപ്റ്റൻസ്. ഇനി എന്തെങ്കിലും വേരിയേഷൻ, ഓഫർ മാത്രം അക്സെപ്റ്റ് ചെയ്തു, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തി കഴിഞ്ഞാൽ അത് ഒരു വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് അല്ല. then any variation happens
it will result into the counter offer or partial acceptance. ഇനി അഥവാ എന്തെങ്കിലും വേരിയേഷൻസ് അക്സെപ്റ്ററായിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ അത് ഒരു കൗണ്ടർ ഓഫറായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ അക്സെപ്റ്റൻസ് ആയിട്ട് മാറുകയോ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് കൗണ്ടർ ഓഫർ? അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. എന്താണ് കൗണ്ടർ ഓഫർ? ദറ്റ് മീൻസ് ഒരു ഒറിജിനൽ ഓഫർ ഉള്ളത് റിജക്റ്റ് ചെയ്യുകയും അതേ സ്ഥാനത്ത് വേറൊരു ഓഫർ പുതിയതായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കൗണ്ടർ ഓഫറിന് വഴിയുണ്ടാക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഓഫറിനെ എന്താണ് ഒരു പാർഷ്യൽ ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പാർഷ്യൽ അക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫുൾ അക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ എസെൻഷ്യൽ. ഇനി രണ്ടാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ചാൽ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ഓഫറർക്ക് നമ്മളുടെ അക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. പേഴ്സൺ എ ആൻഡ് ബി. പേഴ്സൺ എ പറയാണ് ഞാൻ എൻ്റെ കാറ് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നു. പേഴ്സൺ ബി പറയാണ് ഞാനത് ആലോചിച്ചിട്ട് പറയാം. ഇവിടെ പേഴ്സൺ ബി ആലോചിച്ചു, ആൾക്ക് കുഴപ്പമില്ല, ആ കാർ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സമ്മതമാണെന്ന് അയാൾ ഓക്കെ ആയി. പക്ഷേ ഇത് അയാൾ പേഴ്സൺ എയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പേഴ്സൺ എ എങ്ങനെ അറിയും അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്? അപ്പോൾ അതാ പറയുന്നത്, ഇഫ് ദ ഓഫർ റിമൈൻസ് സൈലൻറ്റ്, ഓഫർ സൈലൻ്റ് ആയിട്ട് നിലകൊള്ളുകയാണെങ്കിൽ ആൻഡ് ഡസ് നത്തിങ് ടു ഷോ ദാറ്റ് ഹി ഹാസ് അക്സെപ്റ്റഡ് ദ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഒരു കാരണം കൊണ്ടും പേഴ്സൺ എ അറിയിച്ചില്ല, ഓഫററെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നോ കോൺട്രാക്റ്റ് ഇസ് ഫോം, ഒരു കോൺട്രാക്റ്റ് അതുകൊണ്ട് ഫോം ചെയ്യില്ല. സോ ദ ഓഫറി മസ്റ്റ് ഡു സംതിങ് ടു സിഗ്നിഫൈ ഹിസ് ഇൻറ്റൻഷൻ ടു അക്സെപ്റ്റ്. അയാൾ എന്ത് ചെയ്യണം? അയാൾ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കണം അയാൾ അക്സെപ്റ്റ് ചെയ്തത് നമ്മളുടെ ഓഫററെ അറിയിക്കാനായിട്ട്. അപ്പോൾ അയാൾക്കത് നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം. ഈവൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്കൊരു റെപ്രസെൻറ്റേറ്റീവിനെ വിട്ടുകൊണ്ട് ആ ഓഫറുടെ അടുത്ത് പറയാം, ദേ നിങ്ങളുടെ ഓഫർ അയാൾ സ്വീകരിച്ചു എന്നുള്ളത് അറിയിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ ഹിംസെൽഫ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റർ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചില ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിൽ നമ്മുടെ അക്സെപ്റ്റർക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വെച്ചുകൊണ്ടോ നേരിട്ട് ഓഫറുടെ അടുത്ത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഓഫറുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്. വൺസ് ഒരു അക്സെപ്റ്റൻസ് ഫോം ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ, അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഓഫറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ പാർഷ്യൽ അക്സെപ്റ്റൻസ്. ഓക്കെ, അതാണ് രണ്ടാമത് പറയുന്നൊരു കാര്യം. ഇനി മൂന്നാമത് എസെൻഷ്യൽ പറയുന്നത് എന്താണെന്ന് നോക്കൂ. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മളതും ഓഫറിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? അതായത് ഓഫറിൽ പറഞ്ഞൊരു കാര്യം, ഒരു ഓഫർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യാം, അതിനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അക്സെപ്റ്റർ അതനുസരിച്ച് ആ സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി അഥവാ ഒരു സ്പെസിഫിക് ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ അക്സെപ്റ്റർ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് അതിനെന്ത് ചെയ്യണം? നമ്മളുടെ ഓഫററിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ മൂന്നാമത്തെ എസെൻഷ്യൽ പറയുന്നത്. അപ്പം നോക്കൂ, acceptance must be made within the time allowed by the offerer. ഓഫറർ അലോ ചെയ്തേക്കുന്ന ആ സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ആ അക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം. ഇഫ് നോ ടൈം ഇസ് സ്പെസിഫൈഡ്, ടൈം സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. അത് ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം.
acceptance made after the offer has been withdrawn is invalid. നമ്മൾ ആ റീസണബിൾ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, നമ്മളുടെ ഓഫർ വിഡ്രോ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഓഫർ എന്തായി, ഇൻവാലിഡായി മാറും. ഇപ്പോൾ പേഴ്സൺ എ പറയാണ്, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ കാറ് വിൽക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുന്നേ പറയണം, ഇല്ലെങ്കിൽ ഞാനത് വേറെ ആൾക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ പേഴ്സൺ ബി എന്ത് ചെയ്തു, ആലോചിച്ചപ്പോൾ ആൾക്ക് കൊള്ളാൻ തോന്നി. അയാൾ 5 മണിക്ക് മുന്നേ എന്ത് ചെയ്തു, പേഴ്സൺ എനെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ കാറ് എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സമ്മതമാണ് എന്ന് പറഞ്ഞ് 5 മണിക്കുള്ളിൽ പറഞ്ഞാൽ ഓഫർ റെഡിയായി, അക്സെപ്റ്റൻസും കംപ്ലീറ്റായി, എഗ്രിമെൻറ്റ് ഫോം ചെയ്ത് കോൺട്രാക്റ്റ് ഫോം ചെയ്യും. അതേസമയം 5 മണിയായിട്ടും അയാൾ വിളിച്ച് വിവരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓഫർ അവിടെ വിഡ്രോ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ. ഇനി അഥവാ പേഴ്സൺ എ സ്പെസിഫിക് ഒരു ടൈം പറഞ്ഞിട്ടില്ല, പറയാണ് ഞാൻ എൻ്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പേഴ്സൺ ബി പറയാണ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇവിടെ ടൈം സ്പെസിഫിക് അല്ല എങ്കിലും പേഴ്സൺ ബി എന്ത് ചെയ്യണം, ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ ആ അക്സെപ്റ്റൻസ് പറയണം. അത് അക്സെപ്റ്റ് ചെയ്യും, അത് അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. അതല്ലാതെ ആ റീസണബിൾ ടൈമും കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും ആ അക്സെപ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. ഓക്കെ. ഇപ്പം പേഴ്സൺ ബി ഒന്നില്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിലോ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിലോ ഈവൻ 1 വീക്കിൻ്റെ ഉള്ളിലോ എന്ത് ചെയ്യാം, അറിയിക്കാം. ഇനി അത് കഴിഞ്ഞൊരു 1 മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അതൊരു നല്ല അക്സെപ്റ്റൻസ് അല്ല. അത് മാത്രമല്ല, അപ്പോഴേക്കും ആ ഓഫർ ഇൻവാലിഡായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. 1 മാസം കഴിഞ്ഞിട്ടാണ് പറയണത്, നിങ്ങളന്ന് കാറ് 2 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അത് വാങ്ങിച്ചോളാം. അപ്പോൾ അയാൾ പറയണേ, ഞാനിത് പറഞ്ഞിട്ട് 1 മാസത്തോളമായി, പക്ഷേ നിങ്ങൾ ഇതുവരെ ഇത് ഒരു റിപ്ലൈയും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാറ് വേറെ ആൾക്ക് കൊടുത്തു. സിമ്പിൾ. അപ്പോൾ അതാ പറയുന്നത്, ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാലിച്ചിരിക്കണം. അപ്പോൾ നോക്കി, ഇങ്ങനെയുള്ള എല്ലാ എസെൻഷ്യൽസും എത്രമാത്രം ഇമ്പാക്റ്റാണ് നമ്മുടെ അക്സെപ്റ്റൻസിൽ ഉണ്ടാക്കുന്നത്. അതിലൂടെ നമ്മുടെ അക്സെപ്റ്റൻസ് എന്തായി മാറുന്നു, വാല്യുബിൾ ആയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന അക്സെപ്റ്റർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം എസെൻഷ്യൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ലിങ്ക്, ഈ പവർ പോയിൻ്റ് ലിങ്കുകൾ നിങ്ങൾ ഇനിയും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാൻ അത് ഹെൽപ്ഫുള്ളാണ്. ജസ്റ്റ് ഓൺ ചെയ്ത് കേട്ടാൽ മാത്രം മതി. ആദ്യത്തെ തവണ നിങ്ങൾ സ്ലൈഡ്സ് വായിച്ച് നോക്കി ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി. ഇനിയുള്ള റിപ്പീറ്റേഷനിൽ ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഹെഡ്ഫോൺ വെച്ച് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ നടക്കും. നിങ്ങളായിട്ട് അവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ്. ഇത് ഒരു പ്രഹസനമല്ല കേട്ടോ. ഓക്കെ. നമ്മൾ ഈ അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസിൽ 3 എണ്ണം കണ്ടു. ഇനി ബാക്കി 7 അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസും കൂടി നമുക്കിനി നോക്കാനുണ്ട്. അതിൽ 1 by 1 നോക്കാം. ഇതെല്ലാം ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. അതിൽ 4ാമത് പറയുന്ന എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വാലിഡ് അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസിൽ നമ്മളുടെ അക്സെപ്റ്റൻസ് ഈ ഓഫറിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഏത് മോഡിലാണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അതേ മോഡിൽ തന്നെ നമ്മളുടെ അക്സെപ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് 4ാമത്തെ എസെൻഷ്യൽ പറയുന്നത്. ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. ഇപ്പം ഇന്ന ഒരു മോഡ് ഓഫ് അക്സെപ്റ്റൻസ് വേണം എന്ന് നമ്മുടെ ഓഫറർ പറഞ്ഞാൽ അതേ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മോഡിൽ തന്നെയായിരിക്കണം അക്സെപ്റ്റർ അത് അക്സെപ്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇഫ് ദ ഓഫറർ prescribes a particular manner of acceptance, it shall be given in that form. ഇപ്പം എയും ബിയും നമ്മൾ എക്സാമ്പിൾ എടുത്തതിൽ 2 ലക്ഷം രൂപയ്ക്ക്
കാറ് സെക്കൻഡ് ഹാൻഡിന് വിൽക്കുകയാണ്, ബി അത് അക്സെപ്റ്റ് ചെയ്യുന്ന അക്സെപ്റ്ററോ. അപ്പോൾ എ പറയാണ്, നീ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു റിട്ടേൺ ഡോക്യുമെൻ്റായിട്ട് നീ അക്സെപ്റ്റ് ചെയ്തതായിട്ട് എഴുതി തരണം എന്ന് പറയാണ്. ഇറ്റ് ഈസ് എ മൂഡ് ഓഫ് അക്സെപ്റ്റൻസ്. അപ്പോൾ അങ്ങനെ പറയുമ്പം അക്സെപ്റ്ററായിട്ടുള്ള പേഴ്സൺ ബി അത് അക്സെപ്റ്റ് ചെയ്യണം. അയാളുടെ അക്സെപ്റ്റൻസ് ഒരു ഡോക്യുമെൻ്റായിട്ട് എഴുതി അത് പേഴ്സൺ എക്ക് കൊടുക്കണം. അപ്പോൾ ആ പർട്ടിക്കുലർ മാനറിൽ ഓഫറർ പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യണം. ഇനി അങ്ങനെ ഓഫർ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനർ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റീസണബിൾ മാനറിൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ മോഡ് ഓഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത്, ഇഫ് ദ ഓഫറർ പ്രിസ്ക്രൈബ്സ് നോ പർട്ടിക്കുലർ മാനർ ഇറ്റ് ഷാൽ ബി ഗിവൻ ഇൻ സം യൂഷ്വൽ റീസണബിൾ മാനർ. റീസണബിൾ ആയിട്ടുള്ളൊരു മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഓഫറർ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ നമ്മൾ പേഴ്സൺ എനെ ഫോണിൽ വിളിച്ച് പറയാണ്, നിങ്ങളുടെ കാറ് എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സമ്മതമാണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ള മാനറാണ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾ പറഞ്ഞില്ലെങ്കിലും നമുക്ക് എഴുതി വേണമെങ്കിൽ ഒന്ന് അറിയിക്കാം. സോ ഒരു റീസണബിൾ മാനറിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റൻസ് അറിയിക്കുക, അല്ലെങ്കിൽ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ മാനറിൽ നമ്മൾ അറിയിക്കണം. ഇത് നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യലാണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഒരു എസെൻഷ്യൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറയുന്ന അക്സെപ്റ്റൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. നമ്മൾ ഓഫറിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്പോക്കൺ ആയിട്ട് ഓറലായിട്ടോ, സ്പോക്കൺ വെർബലി അതായത് ഓറലായിട്ടോ, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഡോക്യുമെൻ്റിൽ റിട്ടേൺ ചെയ്തിട്ടോ നമുക്ക് അത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അക്സെപ്റ്റൻസ് ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ കണ്ടക്റ്റ് ഓഫ് ബിഹേവിയർ കൊണ്ട് ഇംപ്ലൈഡ് ആയിട്ട് അത് അറിയിക്കാം. അത് ചില പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ, എല്ലാ ഇതിലും അത് അപ്ലിക്കബിൾ അല്ല കേട്ടോ. അപ്പം നമ്മളുടെ കണ്ടക്റ്റ് ഓഫ് ബിഹേവിയറിൽ നമ്മൾ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ കാണിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയാം അക്സെപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് 5ാമത്തെ നമ്മളുടെ അക്സെപ്റ്റൻസ് എസെൻഷ്യൽ, അക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽ. ഇനി 6ാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താണ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ ഓഫറീ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഓഫർ തന്ന ഓഫററുടെ ഓഫർ സ്വീകരിക്കുന്ന അക്സെപ്റ്റർ തന്നെയാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അക്സെപ്റ്റർക്ക് പകരം അക്സെപ്റ്ററുടെ ആരെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവോ ഒരു തേർഡ് പാർട്ടിയോ ഒന്നും അത് എന്ത് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കണ്ടീഷൻ അങ്ങനെയാണ്. ഓക്കെ, സോ അക്സെപ്റ്റർ തന്നെയാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ ഓഫർ. വേറെ ഒരാളെ അതിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് 6ാമത്തെ എസെൻഷ്യൽ. ഇനി 7ാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താണ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദ ഓഫർ. ഓഫർ തരുന്ന സമയത്ത് തന്നെ അക്സെപ്റ്റർ നമ്മളുടെ ഓഫറിനെ കുറിച്ചും ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണം. എന്നിട്ട് വേണം ആ ഓഫർ സ്വീകരിച്ച് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കുക, അതൊന്നും ശരിയല്ല. എല്ലാം അതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടാവണം. അതിന് ശേഷം മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ അക്സെപ്റ്റ് ചെയ്ത ശേഷം അത് വീണ്ടും നോക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ എല്ലാ കാര്യങ്ങളും വിശദമായി നോക്കിയിട്ട് വേണം അക്സെപ്റ്റ് ചെയ്യാനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ 7ാമത്തെ എസെൻഷ്യൽ അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി 8ാമത്തെ എസെൻഷ്യൽ എന്താണ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദ ഓഫർ ഈസ് മെയ്ഡ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണല്ലോ. ഓഫർ വന്ന ശേഷമേ അക്സെപ്റ്റൻസ് വരാൻ പാടുള്ളൂ. ഓഫർ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റൻസ് മാത്രം കൊണ്ട് എഗ്രിമെൻറ്റ് ഫോം ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴും ആദ്യം വരേണ്ടത് ഓഫറാണ്, അത് കഴിഞ്ഞിട്ടാണ് അക്സെപ്റ്റൻസ് വരേണ്ടത്. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദ ഓഫർ ഈസ് മെയ്ഡ്. 8ാമത്തെ എസെൻഷ്യൽ. ഇനി 9ാമത്തെ എസെൻഷ്യൽ എന്താണ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൻ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ റിവോക്ക്.
നമ്മളുടെ ഓഫർ ലാപ്സായി പോകുന്നതിനൊക്കെ മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഓഫർ വിഡ്രോ ചെയ്ത് പോകുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം, നമ്മൾ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രിസ്ക്രൈബ് ടൈം അക്സെപ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യണം, അല്ല ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഓഫർ ലാപ്സായത് പോകുന്നതിനൊക്കെ മുമ്പുള്ള ടൈം, അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്ത് പോകുന്നതിനൊക്കെ മുമ്പുള്ള ടൈം. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മളുടെ അക്സെപ്റ്റൻസ് നമ്മൾ കൊടുത്തിരിക്കണം, അക്സെപ്റ്റ് ചെയ്യുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. ഓക്കെ. ഇനി ഫൈനലി പറയുന്ന ഒരു എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഗ്രിമെൻറ്റിൽ അക്സെപ്റ്റൻസോട് കൂടിയിട്ടാണ് കൺക്ലൂഷൻ ഉണ്ടാവുന്നത്. അക്സെപ്റ്റൻസ് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും കോൺട്രാക്റ്റ് ഉണ്ടാവുന്നു. സോ അക്സെപ്റ്റൻസ് കൺക്ലൂഡ്സ് ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഓഫർ ആയി കഴിഞ്ഞു, അക്സെപ്റ്റൻസ് കൂടി വാലിഡ് ആയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് കൂടി വന്നു കഴിയുമ്പോൾ എന്തായി, അഗ്രിമെൻറ്റ് ഓക്കെ ആയി, അതനുസരിച്ച് കോൺട്രാക്ട് ഫോം ചെയ്തു. കാരണം വാലിഡ് ആയിട്ടുള്ള ഓഫർ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എന്ത് കിട്ടും, എൻഫോഴ്സിബിലിറ്റി ബൈ ലോ കിട്ടും. അപ്പോൾ കോൺട്രാക്ട് ഫോം ചെയ്തു. അപ്പോൾ അക്സെപ്റ്റൻസ് ആണ് ഒരു കോൺട്രാക്റ്റിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 10 എസെൻഷ്യൽസ് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസിന് ഉള്ളത് നമ്മൾ ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാം നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് തന്നെയാണ്, ഓഫറിൽ പഠിച്ച ഒരുവിധമൊക്കെ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് വേരി ചെയ്ത് പറയുന്നത്. അപ്പോൾ ശരിക്കും രണ്ടിൻ്റെയും, ഓഫറിൻ്റെയും അതുപോലെ തന്നെ അക്സെപ്റ്റൻസിൻ്റെയും വാലിഡ് ആയിട്ടുള്ള അതിൻ്റെ എസെൻഷ്യൽസ് പഠിച്ചാൽ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ. ഇനി ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഓഫറിൽ നമ്മളുടെ ഓഫറർക്ക് ഈ പറയുന്ന ഓഫർ തരുന്ന സമയത്ത് അത് ഏത് മോഡിലാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് ആണ് ഉള്ളത്, അതിലേത് വേണമെങ്കിലും നമ്മളുടെ ഓഫറർക്ക് പറയാം, പ്രിസ്ക്രൈബ് ചെയ്യാം. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതിൽ റീസണബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോഡിൽ കൂടെ അക്സെപ്റ്റർ എന്ത് ചെയ്യാം, ആ അക്സെപ്റ്റൻസ് പറയാം. ഓക്കെ. അതാണ് മോഡ് ഓഫ് അക്സെപ്റ്റൻസ്. അപ്പോൾ എന്താ മോഡിൽ പറയുന്നത്? ആദ്യം പറയുന്നത് അക്സെപ്റ്റൻസ് ബൈ മിയർ അസെൻറ്റ്. നമ്മളുടെ സമ്മതം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ സമ്മതം, ഇപ്പോൾ പേഴ്സണെ 2 ലക്ഷം രൂപയ്ക്ക് കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു. പേഴ്സൺ ബി എന്ത് ചെയ്തു, വിളിച്ച് പറയാണ്, ഓക്കെ ഞാൻ എനിക്ക് സമ്മതമാണ്, 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കൊള്ളാം. ഫൈൻ. അപ്പോൾ ജസ്റ്റ് മിയർ അസെൻറ്റ്, മിയർ നമ്മളുടെ സമ്മതം, ഓക്കെ ഞാൻ സമ്മതിച്ചു, അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ അക്സെപ്റ്റൻസ് എന്ത് ചെയ്യാം, അവിടെ പറയാം. അപ്പം അതാണ് അക്സെപ്റ്റൻസ് ബൈ മിയർ അസെൻറ്റ്. ഇനി രണ്ടാമത് അക്സെപ്റ്റൻസ് ബൈ മിയർ പ്രോമിസ്. നമ്മൾ സത്യം ചെയ്യാണ്, അക്സെപ്റ്റർ സത്യം ചെയ്യാണ്. എന്തെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് കാറ് കൊടുക്കാമെന്ന് പേഴ്സണേ പറഞ്ഞു. പേഴ്സൺ ബി എന്ത് പറയുന്നു, ഓക്കെ നിങ്ങളുടെ കാറ് ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം, സത്യം, ഞാൻ സത്യം ചെയ്യാണ്, നിങ്ങളുടെ കാറ് ഞാൻ സെക്കൻഡ് ഹാൻഡായിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കൊള്ളാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സമ്മതം പറയുന്നു, അതില്ലെങ്കിൽ വേറൊരു മോഡ് ഓഫ് അക്സെപ്റ്റൻസ് ആണ് പ്രോമിസ് ചെയ്യുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രോമിസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഇനി മൂന്നാമതൊരു മോഡ് എന്താണ്, അക്സെപ്റ്റൻസ് ബൈ ആക്ട് ഓർ കണ്ടക്റ്റ്. ഇപ്പോൾ നോക്കൂ, അക്സെപ്റ്റൻസ് ബൈ മിയർ അസെൻറ്റും അക്സെപ്റ്റൻസ് ബൈ മിയർ പ്രോമിസൊക്കെ ശരിക്കും നമ്മളുടെ ഒരു എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ് ഇൻ ടേംസ് ഓഫ് എന്താണ്, വോയിസ്, സൗണ്ട് അല്ലേ. നമ്മൾ സൗണ്ടിൽ എന്ത് ചെയ്യുന്നു, സൗണ്ടായിട്ട് വെർബലി സൗണ്ട് ചെയ്ത് നമ്മൾ സ്പീച്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു അക്സെപ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ മിയർ അസെൻറ്റും മിയർ പ്രോമിസും നമ്മൾ വെർബൽ സൗണ്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്.
അതേസമയം അക്സെപ്റ്റൻസ് ബൈ ആക്ട് ഓർ കണ്ടക്ട്, നമ്മുടെ കണ്ടക്ട് ഓഫ് ബിഹേവിയർ, നമ്മുടെ സ്വഭാവ രീതി കൊണ്ട്, നമ്മളുടെ സ്വഭാവം കൊണ്ട്, നമ്മളെ പ്രകൃതി കൊണ്ട്, നമ്മളെ ആ ശാരീരികമായിട്ടുള്ള പ്രത്യേകതയൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇയാൾക്ക് സമ്മതമാണ് എന്നുള്ളത്. അതെന്താണ്? അത് ഇംപ്ലൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, സോ അക്സെപ്റ്റൻസ് ബൈ ആക്ട് ഓർ കണ്ടക്ട് അത് ഇംപ്ലൈഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് റിട്ടേൺ, ഈ എക്സ്പ്രസ്ഡ് അക്സെപ്റ്റൻസിൽ റിട്ടേൺ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അത് എന്തെങ്കിലും ഡോക്യുമെൻ്റ് എഴുതിയിട്ട്, ഇനിയിപ്പോൾ രണ്ട് വേറെ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറയുന്നത് ആ രീതിയിലാണ്. ഒന്ന് അക്സെപ്റ്റൻസ് ബൈ സൈനിങ് എ ഡോക്യുമെൻ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡോക്യുമെൻറ്റിൽ, ഒരു ഫോമാറ്റിലുള്ള ഡോക്യുമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്ത് നമ്മളുടെ അക്സെപ്റ്റൻസ് അറിയിക്കുന്നു. നമ്മൾ അക്സെപ്റ്റൻസ് നമ്മളവിടെ കാണിക്കുന്നു, അത് ആ സൈൻ ചെയ്ത ഡോക്യുമെൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് അക്സെപ്റ്റൻസ് ബൈ സൈനിങ് ഡോക്യുമെൻ്റ്. ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്തിട്ട് നമ്മളുടെ അക്സെപ്റ്റൻസ് നമ്മൾ അത് ശരിവെക്കുകയാണ്. ഇനി വേറൊരു ഇതെന്താണ്? അക്സെപ്റ്റൻസ് ബൈ സൈനിങ് പേപ്പർ കണ്ടെയ്നിങ് ടേംസ്. ഇപ്പോൾ ചിലപ്പോൾ ചില ഓഫറിൻ്റെ കൂടെ എന്തുണ്ടാവും? ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പം ആ ഓഫർ എന്താണെന്നും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നൊക്കെ ആ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും, ആ സൈനിങ് ആ പേപ്പറിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അക്സെപ്റ്റർ സൈൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ 5 രീതിയിലാണ് നമുക്ക് മൂഡ് ഓഫ് അക്സെപ്റ്റൻസ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 രീതി അസെൻറ്റും പ്രോമിസും എന്താണ്? എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്, സൗണ്ടിങ് വെർബലി. ഇനി ആക്ട് ഓർ ബൈ കണ്ടക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്. പിന്നെ സൈനിങ് എ ഡോക്യുമെൻറ്റും സൈനിങ് പേപ്പേഴ്സ് കണ്ടെയ്നിങ് ടേംസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്, റിട്ടേൺ ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മൂഡ് ഓഫ് അക്സെപ്റ്റൻസ്. ഒന്നില്ലെങ്കിൽ വെർബലി സൗണ്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ വാക്കാൽ പറഞ്ഞുകൊണ്ടോ നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകൊണ്ടോ എന്ത് ചെയ്യാം? നമ്മളുടെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തോടുകൂടി ഇന്നത്തെ സെഷൻ നമുക്ക് ഇതോടുകൂടി തീരാണ്. ഇനി നമ്മുടെ 5 സെഷൻസാണ് നമ്മൾ ഇതുവരെ തീർത്തിട്ടുള്ളത്. ഇനി അടുത്ത സെഷൻ നമുക്ക് അടുത്ത ആഴ്ചയാണ് ഉണ്ടാവുക. എല്ലാവരും ഈ വീഡിയോ പവർ പോയിൻ്റ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണാം. പ്രത്യേകിച്ചും ഈ പറയുന്ന ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റ് ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ എല്ലാ പോയിൻറ്റ്സും ഒരുപോലെ തോന്നും, നമുക്ക് പോയിൻറ്റ്സ് എഴുതാൻ കിട്ടില്ല. അപ്പം ഈ ഒരു പവർ പോയിൻ്റ് വീഡിയോ ഇനി നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് എൻ്റെ ഓഡിയോ മാത്രം കേട്ടാലും മതിയാവും. ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെ ഒന്ന് കേട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഇസ് ബൈ. All of you please take care about your health and also take care all the members of your family as well. Okay then, bye.